ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനൊരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തു. അതിന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാല് എനിക്ക് പാഡിന് അലർജി ഉണ്ട്. അതായത് നമുക്ക് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇന്റർവെൽസിലൊക്കെ നമുക്ക് പാഡ് മാറ്റാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷെ നമ്മൾ പുറത്തോ നമ്മൾ വർക്കിംഗ് സ്പേസിലോ ഒക്കെ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു റെഗുലർ ഇന്റർവെൽസിൽ മാറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ നമുക്ക് ആ നനവിരുന്നിട്ടുള്ള ഇച്ചിങ് കാര്യങ്ങളും പ്രശ്നങ്ങളും ഫംഗസും ഇൻഫെക്ഷനും ഒക്കെ വരും. അപ്പോൾ ഇത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയപ്പോഴത്തേക്കും ഞാൻ തന്നെ ചിന്തിച്ചു പാഡ് മാറ്റിയിട്ട് നമുക്കൊന്ന് മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ കുറെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ കൂടെ ഒരു ബ്രാൻഡിന്റെ മെൻസ്ട്രൽ കപ്പ് ഓർഡർ ചെയ്ത് ഞാൻ എന്റെ ഫസ്റ്റ് മന്ത് ഞാനത് ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് വന്ന് ട്രൈ ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു. കാര്യം ഇത് ഇൻസേർട്ട് ചെയ്ത ഉള്ളിലേക്ക് കയറി പോവോ. ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഇത് ഉള്ളിലേക്ക് കയറി പോകുന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ടായി. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ഞാനിത് എടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ നമ്മൾ ഈ പാനിക് ആവുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ് അതൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെയേ ഇല്ല. ഈ സാധനം നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആ സ്കോട്ട് പൊസിഷനിൽ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മള് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്ന് ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്താൽ തന്നെ ഈ സംഭവം താഴേക്ക് ഇറങ്ങി വരും. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പിൻ ചെയ്തിട്ട് ഒന്ന് താഴേക്കൊന്ന് വലിച്ച് പുള്ള് ചെയ്താൽ തന്നെ സംഭവം നമ്മുടെ കയ്യിലോട്ട് ഇറങ്ങി വരും. ഇത്രയും സിമ്പിൾ ആയിട്ടൊരു പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു സാധനം ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് മന്ത് ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ നമ്മളിത് രാവിലെ വെച്ച് പുറത്തിറങ്ങിയാൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ഇത് താഴേക്ക് ഇറങ്ങി വരുമോ, തള്ളി പുറത്തേക്ക് വരുമോ, സ്റ്റെയിൻ നിറയുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷനാണ്. നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും ഒരു 2-3 ദിവസത്തേക്ക് ഈ മെൻസ്ട്രൽ കപ്പിലേക്കായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ കഴിഞ്ഞു, തേർഡ് ഡേ, ഫോർത്ത് ഡേ, അങ്ങനെ 1 മന്ത് കഴിഞ്ഞു. 1 മന്ത് ഞാൻ എങ്ങനെയോ അത് വെച്ചോണ്ടിരുന്നു. എന്റെ ബോഡിയിലുള്ളിൽ ഇത് ഇരിക്കുവാണല്ലോ എന്നൊരു പ്രശ്നം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. എന്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ, എന്റെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് പോയി. എന്നാലും പാഡ് യൂസ് ചെയ്തോണ്ടിരുന്നപ്പോഴുള്ള ആ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഒരു സമാധാനമായിരുന്നു. അപ്പോ ഫസ്റ്റ് മന്ത് കഴിഞ്ഞു. സെക്കൻഡ് മന്ത് ആയപ്പോഴത്തേക്കും എന്തായാലും ഇനി പാഡ് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തി. കാരണം പാഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്നാമത് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര പാട്, കത്തിച്ച് കളയാൻ പറ്റില്ല, പ്ലാസ്റ്റിക് ആണ്. പിന്നെ അത് എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായി. കാരണം അത് ഡിസ്പോസ് ചെയ്യാനും പറ്റില്ല. അത് നമ്മുടെ ബോഡിക്ക് കേടാണ്. ഫംഗൽ ഇൻഫെക്ഷനും യൂറിൻ ഇൻഫെക്ഷനും നനവും ഒക്കെ കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും മെൻസ്ട്രൽ കപ്പ് തന്നെ അത് യൂസ് ചെയ്ത് നമുക്കൊരു ശീലമായ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നുള്ള ഒരു തോട്ടിലോട്ട് ഞാൻ എത്തി. അങ്ങനെ സെക്കൻഡ് മന്ത് ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ഫസ്റ്റ് മന്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തതുപോലെയല്ല. സെക്കൻഡ് മന്ത് വളരെ ഈസി ആയിട്ട് ഇൻസേർട്ടായി. ഇത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു തോന്നലേ നമുക്കില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. എന്തിന് നമുക്കിപ്പോ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പീരീഡ്സിന്റെ ടൈമിൽ നമ്മൾ ടൂറ് പോവാന്ന് വിചാരിച്ചോ. ടൂർ പോയാൽ നമുക്ക് എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നു, നമ്മൾ മാത്രം കരയിൽ മാറിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നിയാൽ വെള്ളത്തിലിറങ്ങാം. ഇപ്പം മഴയൊക്കെ ഉള്ള ഒരു സമയത്താണെങ്കിൽ പീരീഡ്സിന്റെ ടൈമിൽ നമ്മുടെ പാഡൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് മഴയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. മെൻസ്ട്രൽ കപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഴയത്തിറങ്ങാൻ പറ്റും. പിന്നെ എന്റെ വേറൊരു ഡൗട്ടായിരുന്നു, വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വെയിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് മെൻസ്ട്രൽ കപ്പില് ഫോഴ്സ് വന്നിട്ട് താഴേക്ക് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഗൂഗിളിലും കാര്യങ്ങളും ഒക്കെ സർഫ് ചെയ്യുമ്പോഴത്തേക്കും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് അത്ലറ്റ്സ് ഒക്കെ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴേ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇതിലൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്നൊരു തോട്ട് നമുക്ക് വരും. അപ്പൊ ഞാനിത് ഒരു ദിവസം ഇട്ടിട്ട് ഞാൻ ജിമ്മിൽ പോയി. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഭയങ്കര നമുക്ക് പീരിയഡ്സ് ആണെന്നൊരു തോട്ടേ നമുക്കില്ല. ഭയങ്കര സുഖമാണ്.
കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവത്തിലൊരു വെറ്റ് വരും, പിന്നെ നമ്മുടെ സ്വെറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അത് നനഞ്ഞിട്ടത് മൊത്തത്തിൽ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് അതൊന്ന് മാറിയാൽ മതി എന്നൊരു തോട്ട് വരും. പക്ഷെ മെൻസ്ട്രൽ കപ്പ് വെച്ചാകിലല്ല, നമുക്ക് പീരീഡ്സ് ആണ്, ഒരു ബ്ലീഡിങ് നമുക്കുണ്ട്, അങ്ങനത്തെ ഒരു തോന്നലേ നമുക്കില്ല. സാധാരണ നമ്മള് പീരീഡ്സ് അല്ലാത്ത ദിവസങ്ങളിലുള്ള ഒരു ഇതില്ലേ, അതുപോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബോഡിയുടെ അകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമ്മളതിന്റെ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ മെൻസ്ട്രൽ കപ്പിന്റെ ഹൈജീൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 to 7 minutes ബോയിലിംഗ് വാട്ടറിൽ ഇട്ടിട്ട് തിളപ്പിക്കുക. ഒരു 5 to 7 minutes തിളപ്പിക്കുക. ഇത് ഈ മെൻസ്ട്രൽ കപ്പിന്റെ മെറ്റീരിയൽ വരുന്ന സിലിക്കണാണ്. സിലിക്കൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും പറ്റിപ്പിടിച്ചിരിക്കുമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞാൽ തന്നെ വെള്ളമൊക്കെ പോവും, പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആവും. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഹെവി ബ്ലീഡിംഗ് ഉള്ളവരുണ്ട്, ഇന്റൻസിറ്റി ഇല്ലാത്ത ബ്ലീഡിംഗ് ഉള്ളവരുണ്ട്. അപ്പൊ ബ്ലീഡിങ്ങിന്റെ അതെങ്ങനെയാന്ന് നോക്കിയിട്ട് സാധാരണ നമുക്ക് മെൻസ്ട്രൽ കപ്പ് 10 hours യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ ബ്ലീഡിങ് കൂടുതലുള്ള ആൾക്കാർ 7 hours 8 hours ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലെ സ്റ്റെയിൻ എടുത്ത് കളഞ്ഞിട്ട് അത് നല്ല റണ്ണിങ് വാട്ടറിൽ തന്നെ കഴുകിയിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും നമ്മളത് ഇൻസേർട്ട് ചെയ്യുക. ഇത്രയും സിമ്പിൾ ആണ് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാൻ. ഇൻസേർട്ട് ചെയ്യുമ്പം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് സ്കോട്ട് പൊസിഷൻ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. അങ്ങനെ ഇരുന്നിട്ട് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ മെൻസ്ട്രൽ പീരീഡ് ഒക്കെ നമ്മുടെ കഴിയുമ്പോഴത്തേക്കും ഈ കപ്പ് നമ്മൾ എടുത്തു വെക്കൂലോ 1 monthലേക്ക് നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ റണ്ണിങ് വാട്ടറിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ആക്കിയ ശേഷം നമ്മളൊരു ബൗളിൽ ഒരു പാത്രത്തിൽ വെസലിൽ വെള്ളം എടുത്തിട്ട് 5 to 7 minutes അതിൽ ബോയിൽ ചെയ്തിട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. അല്ലാതെ നമ്മൾ ഇത് എവിടെ ഡിസ്പോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തല പുകഞ്ഞ് ആലോചിച്ച് ചിലവര് കുറച്ച് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റൂമിൽ തന്നെ കുറച്ചാൾ സൂക്ഷിച്ചു വെക്കും, പിന്നെ സ്ഥലം കിട്ടുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ എടുത്ത് എറിയും. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല, ഭയങ്കര ഈസിയാണ്. ശരിക്കും മെൻസ്ട്രൽ കപ്പ് എല്ലാവരും യൂസ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്താന്ന് വെച്ചാൽ അത്രയും ഈസി ആയിട്ടുള്ള ഒരു സംഭവം വേറെ ഇല്ല. പീരീഡ്സിനെ ശരിക്കും നമുക്ക് ഈസി ആക്കി തരാണ് മെൻസ്ട്രൽ കപ്പ് ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആണെന്ന് ഫീൽ ചെയ്യില്ല. പീരീഡ്സ് ആണെന്ന് ഫീൽ ചെയ്യും ചിലവർക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പീരീഡ്സിന്റെ പെയിൻ ഉള്ളവർക്കും പിന്നെ മസിൽ ക്രാംസും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ പീരീഡ്സ് ആണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ അത് 1 or 2 days, അതിനപ്പുറം പോവില്ലല്ലോ. 7 days ഒക്കെ പീരീഡ്സ് ഉള്ളവർക്ക് പാഡ് മാറ്റി വെക്കണമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിൽ നിന്ന്, അതായത് ത്രൂ ഔട്ട് ഒരു ഡേ ഫുൾ ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഇത് നേരത്തെ യൂസ് ചെയ്യാത്തത് ഭയങ്കര നഷ്ടമായി പോയെന്നൊരു തോന്നൽ എനിക്കിപ്പോ വരുന്നത്. ഒക്കെയാണ് മെൻസ്ട്രൽ കപ്പിനെ പറ്റിയുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്, ഞാൻ 2 months യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് ഇതാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ, അതായത് ഇൻസേർട്ട് ചെയ്യുന്നതിനെ പറ്റിയോ എന്തെങ്കിലും അങ്ങനത്തെ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒരു കമന്റ് ആയിട്ട് ഇടുക. ഞാൻ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.